ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തിരുവനന്തപുരത്ത് 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് വാഹനങ്ങളുടെ ആർസി ബുക്കുകൾ ഡിജിറ്റലാക്കിയത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ. 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയുടെയും പ്രതീകമായ റമളാൻ മാസത്തിന് തുടക്കം. രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നത് 4,27,000-ലധികം വിദ്യാർത്ഥികൾ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തിരുവനന്തപുരത്ത് 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണ പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്നു. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറും സന്നിഹിതനാണ്. ഭാരതീയ വിചാര കേന്ദ്രമാണ് പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി സംവദിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജാംനഗറിലെ മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയും ഗിർ ദേശീയോദ്യാനവും സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ശ്രീ സോമനാഥ് ട്രസ്റ്റിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് വാഹനങ്ങളുടെ ആർസി ബുക്കുകൾ ഡിജിറ്റലാക്കിയത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ആർസി ബുക്കിന്റെ ഡിജിറ്റൽ പതിപ്പ് സജ്ജമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യം ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. വണ്ടി രജിസ്റ്റർ ചെയ്താൽ ആർസി ബുക്ക് രജിസ്റ്റർ ചെയ്യുന്ന അന്ന് തന്നെ ഫോണിൽ കിട്ടും. പിന്നെ അതിനെ കാർഡാക്കണമെങ്കിൽ നമുക്ക് അക്ഷയയിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് കാർഡാക്കി മാറ്റാം. ഫോണിൽ കാണിച്ചാൽ മതി. നമ്മൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിജിറ്റലാക്കിയിട്ടുണ്ട്. അത് ഡിജിറ്റലായിട്ട് സ്വീകരിക്കണം. മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം ഡിജിറ്റലായിട്ടുള്ളത് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം വണ്ടി ഹൈപ്പോത്തിക്കേഷൻ നടത്തുകയാണ്, നമ്മൾ ലോൺ എടുക്കുകയാണ്. റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകളിലെ മാനേജേഴ്സിന് തന്നെ ഹൈപ്പോത്തിക്കേഷൻ ഏർപ്പെടുത്താൻ പറ്റും ഓൺലൈനിലൂടെ. അത് കഴിഞ്ഞാൽ നമ്മൾ ലോൺ അടച്ചു തീർത്തു. അപ്പൊ ആ മാനേജർക്ക് തന്നെ ഹൈപ്പോത്തിക്കേഷൻ ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൊടുക്കുമ്പോൾ ആ നിമിഷം തന്നെ ഡിജിറ്റൽ ആർസി ബുക്കിൽ അത് ഒഴിവാക്കി പിന്നെ ഒന്നുകൂടെ പ്രിന്റ് ചെയ്താൽ മതി. ഈ പരിഷ്കാരം വളരെ ഉപകാരപ്രദമാകും. ഇന്നലെ മുതലാണ് സംസ്ഥാനത്ത് വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലാക്കിയത്. കേന്ദ്ര സർക്കാർ മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കർ, എം പരിവാഹൻ എന്നിവയിലൂടെയും ഡിജിറ്റൽ പതിപ്പ് ലഭ്യമാകും. 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. സർവകലാശാല നിയമ ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും നാളെ സഭ പരിഗണിക്കും. ബജറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞ മാസം 17-നാണ് നിയമസഭ പിരിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് റമളാൻ ആശംസകൾ നേർന്നു. സമൂഹത്തിൽ സമാധാനവും ഒത്തൊരുമയും നിലനിർത്താൻ വിശുദ്ധ റമളാൻ മാസത്തിൽ സാധിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. റമളാൻ വ്രത ചൈതന്യത്തിന്റെ നാളുകളാണ് സമാഗതമായിരിക്കുന്നത്. പകൽ പ്രാർത്ഥനകളിലും ദാനധർമ്മങ്ങളിലും ഓരോ വിശ്വാസിയും ഒഴുകുന്ന പുണ്യദിനങ്ങളിലൂടെയാണ് ഇനിയുള്ള ഒരു മാസക്കാലം കടന്നുപോവുക. സഹജീവി സ്നേഹവും കരുണയുമാണ് റമളാൻ മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായ സന്ദേശം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠിന ചൂടിലാകും. വേനൽ കടുക്കുന്നത് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ നോമ്പുതുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കാൻ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനസ്സും ശരീരവും വ്രതശുദ്ധിയിലൂടെ പൂർണ്ണമായും സംസ്കരിക്കപ്പെടുകയാണ്. ഒപ്പം നന്മയും ശുഭപ്രതീക്ഷയും മനുഷ്യസ്നേഹവും പൂത്തുലയുന്ന പുതിയ ലോകത്തിലേക്ക് തുറക്കുന്ന ജാലകമായി മാറുന്നു റംസാൻ. സംസ്ഥാനത്ത് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നത്. എസ്എസ്എൽസിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലും ഏറ്റവും കുറവ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലുമാണ്. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. എല്ലാ പരീക്ഷകളും മാർച്ച് 26-ന് അവസാനിക്കും. സംസ്ഥാന പോലീസിന്റെ സേവനങ്ങൾ സംബന്ധിച്ച പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്നു. കേരള പോലീസ് ഓൺലൈൻ പോർട്ടലായ തുണയിലൂടെയോ പോൽ ആപ്പിലൂടെയോ അപേക്ഷയോ പരാതിയോ നൽകിയവർക്ക് സേവനം വിലയിരുത്താനും പരാതിപ്പെടാനും ഇതിലൂടെ അവസരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ പാനൂരിനടുത്ത് വള്ളിയായിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കർഷകനായ ശ്രീധരനാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമായാൽ അവയെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് പഞ്ചായത്തിന്റെ വിശദീകരണം കൂടി തേടിയതിനു ശേഷമാകും കൂടുതൽ നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിലെ കാട്ടാനകളെ തുരത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് കാട് വെട്ടൽ മഹായജ്ഞം സംഘടിപ്പിക്കുന്നു. ആനകളെ തുരത്തുന്നത് എളുപ്പമാക്കാനും തുരത്തുന്ന ആനകൾ വീണ്ടും ഫാമിലേക്ക് തിരിച്ചുവരുന്നത് തടയാനുമാണ് കാട് വെട്ടുന്നത്. അതേസമയം കണ്ണൂർ ആറളം ഫാമിലെ ആനമതിലിന്റെ നിർമ്മാണത്തിനായി 164 മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് കൊട്ടേഷൻ അംഗീകരിച്ചു. ഇതിന്റെ പ്രവൃത്തികൾ നാളെ ആരംഭിക്കും. വേനൽ കനത്ത് ചൂടേറിയതോടെ നാട്ടിലും നഗരത്തിലും പഴവർഗ്ഗങ്ങളുടെ വിപണി സജീവമായി. ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെങ്കിലും പഴവർഗ്ഗങ്ങൾക്ക് ഇത്തവണ കാര്യമായി വില വർദ്ധിക്കാത്തത് ഉപഭോക്താക്കൾക്കും ആശ്വാസമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വേനൽക്കാലത്ത് ചൂടേറിയതോടെ ചെറുതും വലുതുമായ ചന്തകളിലും വഴിയോരങ്ങളിലുമെല്ലാം പഴവിപണി സജീവമായി കഴിഞ്ഞു. ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, തണ്ണിമത്തൻ, മാതളനാരങ്ങ തുടങ്ങി എല്ലാവിധ പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. തണ്ണിമത്തൻ തന്നെ 4 വ്യത്യസ്ത ഇനങ്ങളിലായി ലഭ്യമാണ്. ഇറാൻ ആപ്പിളാണ് വിപണിയിലേക്ക് ഇപ്പോൾ കൂടുതലായി എത്തുന്നത്. മഴക്കാലത്ത് പഴവിപണിയിൽ വിൽപ്പന കുറവാണ്. റംബൂട്ടാനും മാങ്ങയും അടക്കമുള്ള പഴവർഗ്ഗങ്ങളാണ് ഈ കാലയളവിൽ കൂടുതലായി വിൽപ്പന നടക്കുന്നത്. വേനൽക്കാലം എത്തുന്നതോടെ എല്ലാത്തരം പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാർ വർദ്ധിക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ വിദർഭ ശക്തമായ നിലയിൽ. രണ്ടാം ഇന്നിംഗ്സിൽ വിദർഭ 7 വിക്കറ്റ് നഷ്ടത്തിൽ 314 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിനെതിരെ 351 റൺസിന്റെ ലീഡാണ് വിദർഭയ്ക്കുള്ളത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുക. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് വട്ടവടയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. മറ്റന്നാൾ രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ ഗ്രാമസഭ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മായിപ്പാടിയിൽ ജില്ലാ കളക്ടർ K ഇമ്പശേഖർ നിർവഹിച്ചു. വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഗ്രാമസഭകളിൽ സ്വീകരിക്കും. കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം @75 പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നു. നാളെ മുതൽ ഈ മാസം 10 വരെ കൊല്ലം ആശ്രാമം മൈതാനിയിലാണ് മേള നടക്കുക. കൊല്ലത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ അടിസ്ഥാനമാക്കി വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള പരിപാടികളും മേളയിൽ ഒരുക്കുന്നുണ്ട്. എറണാകുളം ഏലൂരിനെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് പറഞ്ഞു. ഏലൂർ വാട്ടർ മെട്രോ സ്റ്റേഷനോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ടൂറിസം അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണത്തിന്റെയും ഏലൂർ വാട്ടർ ടൂറിസം പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഓണത്തിന് മുൻപായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ MC റോഡിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ 2 പേർക്ക് പരിക്ക്. കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ ബസും പന്തളത്തേക്ക് വന്ന കാറും തമ്മിലാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന 2 പേരുടെയും പരിക്ക് ഗുരുതരമാണ്. 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന പരാതികളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഹിയറിംഗ് ഈ മാസം 7ലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് നടത്താനിരുന്ന ഹിയറിംഗാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത്. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലെ പരാതികളാണ് ഹിയറിംഗിൽ പരിഗണിക്കുക. CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ദീപശിഖ ജാഥ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വയലാറിൽ നിന്ന് ആരംഭിക്കും. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ദീപശിഖ ജാഥ ഉദ്ഘാടനം ചെയ്യും. PK ബിജുവാണ് ജാഥ ക്യാപ്റ്റൻ. വ്യാഴാഴ്ച മുതൽ 4 ദിവസം കൊല്ലത്താണ് CPIM സംസ്ഥാന സമ്മേളനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിരുവനന്തപുരത്ത് 4ാമത് P പരമേശ്വരൻ സ്മാരക പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് വാഹനങ്ങളുടെ RC ബുക്കുകൾ ഡിജിറ്റലാക്കിയത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയുടെയും പ്രതീകമായ റമളാൻ മാസത്തിന് തുടക്കം. രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് പ്രധാനമന്ത്രി.
സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. SSLC പരീക്ഷ എഴുതുന്നത് 4,27,000-ലധികം വിദ്യാർത്ഥികൾ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.